എൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിന്ന് ഒരു എഗ്ഗ് സവാള ഗ്രേവി കറി വെക്കാം. നമുക്ക് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പാനൊന്ന് ചൂടാവണം കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണ പയ്യെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള, വേപ്പില, പച്ചമുളക്, കീറിയിട്ട പച്ചമുളക് അതിലിട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇടയ്ക്ക് ഈ പറഞ്ഞോണം തേങ്ങാപ്പാൽ ഒഴിഞ്ഞ് നമ്മൾ മുട്ടക്കറി വയ്ക്കില്ലേ, അത് നടക്കാത്തപ്പോൾ ഇതെങ്ങനെയാണ് വെക്കാറ് സിമ്പിളായിട്ട്. നമുക്ക് അതിലോട്ട് ചതച്ച് വച്ചിരിക്കുന്ന കുറച്ച് വെളുത്തുള്ളി ഇടാം. പിന്നെ ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. പേസ്റ്റ് ആക്കണ്ട, ചുമ്മാ ചതച്ചാൽ മതി. ഇത് അമ്മിയിലാട്ടോ ചതച്ചെടുക്കുക, അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ടങ്ങ് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടങ്ങ് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിലോട്ട് ഞാൻ രണ്ടും ഒരു പ്ലേറ്റിലാണ് എടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതിലേക്ക് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ. നമുക്ക് അതിലോട്ട് കുറച്ച് ഉപ്പിടാം. മിക്സ് ചെയ്യാം. ഇതിലോട്ട് കുറച്ച് വെള്ളം ചെയ്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, കുറച്ച് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നല്ലോണം തിളയ്ക്കണം. നല്ല തിക്ക് ഗ്രേവി പോലെ നമ്മൾ ആക്കിയെടുക്കണം. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇതിലോട്ടേക്ക് ഇനി പുഴുങ്ങിയ മുട്ട ഇടാം. ഗ്രേവി ഇതിൻ്റെ മുകളിൽക്കൂടെ ജസ്റ്റ് ഒന്ന് ഡിങ്ങനാക്കി കൊടുക്കാതെ. ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഈ ഗ്രേവി ഇതിൻ്റെ മുകളിൽക്കൂടെ ഒന്ന് ജസ്റ്റ് ഡിങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കാം.